സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് വരയ്ക്കാനുള്ളൊരു ഫിഗറാണിത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെന്റിമീറ്ററും ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്ററും എടുത്ത് റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്താണ്, ഒരു 5 സെന്റിമീറ്റർ നീളത്തിൽ ആദ്യമേ ഒരു ലൈൻ അങ്ങ് വരച്ചു. ഇത് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആയി. ഇനി നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതാണ് നമ്മൾ എന്താണ് 5 സെന്റിമീറ്റർ എടുത്തേക്കുന്നത്. നേരെ ഇത് 5 സെന്റിമീറ്റർ എടുത്തു, ഇത്രയും ഒരു ഡിസ്റ്റൻസ്. ഇനി ഇതെന്താണ്, നേരെ ഈ സെറ്റ് സ്ക്വയർ നേരെ ഇങ്ങനെ വെച്ച് നേരെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് 4 സെന്റിമീറ്റർ നേരെ മുകളിലോട്ട് എടുക്കുക. 4 സെന്റിമീറ്റർ ഡിസ്റ്റൻസ്. അതിന് നമ്മൾ നേരെ ഒന്നും വരച്ച് വിട്ടിട്ട് അതിനകത്ത് സ്കെയിൽ ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ എടുത്താൽ മതി. 4 സെന്റിമീറ്റർ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു 4 സെന്റിമീറ്റർ നമ്മൾ കറക്റ്റ് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാം. 4 സെന്റിമീറ്റർ സ്കെയിലിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ അങ്ങോട്ട് മാച്ച് കളഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ. അത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി എടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ എന്താണ്, ഈ റെക്റ്റാങ്കിളിന്റെ ബാലൻസ് വരുന്ന 2 സൈഡും കൂടെ വരയ്ക്കണം. അപ്പൊ എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കിക്കേ. ആദ്യം 5 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തത്. അപ്പൊ കോമ്പസ് ഇവിടെ കുത്തി നേരെ 5 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കാം. നേരെ 5 സെന്റിമീറ്റർ കറക്റ്റ് ഡിസ്റ്റൻസ് എടുക്കണം കേട്ടോ. 5 സെന്റിമീറ്റർ ഇവിടെ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി അതേപോലെ ഈ 4 സെന്റിമീറ്റർ ഇവിടെ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. 4 സെന്റിമീറ്റർ ഇവിടെ എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക. 5 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. 4 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്, 5 സെന്റിമീറ്റർ ലെന്തും 4 സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന റെക്റ്റാങ്കിളായി. അപ്പൊ നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ആർക്ക് വരയ്ക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് മാറിപ്പോവാതെ ചെരുവൊന്നുമില്ലാതെ കറക്റ്റ് റെക്റ്റാങ്കിൾ കിട്ടും കേട്ടോ വെച്ചുകളെ. നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്റർ. അപ്പൊ ആദ്യം എന്താ ചെയ്തത്, 5 സെന്റിമീറ്റർ ലൈൻ വരച്ചു. എന്നിട്ട് സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ച് കറക്റ്റ് 90 ഡിഗ്രിയിൽ 4 സെന്റിമീറ്റർ ലെന്ത് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഈ ഒരു ഇവിടെ കുത്തിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് ഒരു ആർക്ക് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 സെന്റിമീറ്റർ ലെന്തും 4 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന എന്തായി, റെക്റ്റാങ്കിളായി. ആദ്യത്തെ എൻ്റെ ആൻസറായി. ഇനി നമ്മളോട് ഇവിടെ രണ്ടാമത് എന്താ പറഞ്ഞത്? ഡ്രോ എ റെക്റ്റാങ്കിൾ. നമ്മൾ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ കൂടി വരയ്ക്കണം. എങ്ങനെയായിരിക്കണം? ദ സെയിം ഏരിയ. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താണോ അതേ ഏരിയ സെയിം ആവണം. പക്ഷെ വിഡ്ത്ത് എന്താവണം? 6 സെന്റിമീറ്റർ ആവണം. അപ്പൊ ഒന്നുകൂടെ പറയാം, ഡ്രോ എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ വരയ്ക്കണം. എങ്ങനെയുള്ള റെക്റ്റാങ്കിൾ? ഈ റെക്റ്റാങ്കിൾ നമ്മൾ എന്താണോ വരച്ചത് അതിന്റെ സെയിം ഏരിയ വരണം. പിന്നെ എന്തുകൂടി ആയിരിക്കണം? പക്ഷെ എന്താണ്, വിഡ്ത്ത് നമുക്ക് എത്രയായിരിക്കണം? 6 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, ഈ ലെന്തിന് നമ്മൾ ഇവിടെ ഇത് 5 ആയിട്ട് എടുത്തു. അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ കോഡായിട്ട് എടുക്കുമ്പോൾ ഈ ഹൈറ്റ് നമ്മൾ നേരെ 4 സെന്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കും. കറക്റ്റ് അല്ലേ? ഇങ്ങോട്ട് നീട്ടി നമ്മൾ 4 സെന്റിമീറ്റർ വരച്ചു. അപ്പൊ ശരിക്കും 6 സെന്റിമീറ്റർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും 6 സെന്റിമീറ്റർ വിഡ്ത്ത് വരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് നോക്കിയേ, ഈ 4 സെന്റിമീറ്റർ നമ്മൾ ഇന്നൊന്ന് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കണം. 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചാൽ മതി. ഈ ഒരു ലൈൻ ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് കുറച്ച് നീട്ടി വരച്ചു. എന്നിട്ട് അതിനകത്ത് നമ്മളൊരു 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഈ ഹൈറ്റ് ഇങ്ങോട്ട് വരാൻ പാകത്തിന് 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു 1 എടുത്ത് വെച്ചാൽ മതി. 1 എടുത്ത് അങ്ങ് വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ 6 എടുത്താൽ ഇപ്പൊ 4 സെന്റിമീറ്റർ ആണെങ്കിൽ 1 നമ്മുടെ സ്കെയിൽ വെക്കണമെങ്കിൽ എന്താണ്, കറക്റ്റ് ഓരോടെ കൂട്ടി എടുത്താൽ മതി. 1 ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള 1, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളത് 2, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള 3, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള 4. അപ്പൊ 4 സെന്റിമീറ്ററിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ഒരു 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അല്ല, അതിനങ്ങനെ നീണ്ടു കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി എന്താണ്, ഇവിടെ നേരെ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ 6 സെന്റിമീറ്റർ എടുക്കണം. അപ്പൊ അതെ ഈ സ്കെയിൽ നേരെ ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് അതിപ്പോ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചാൽ മതി. കറക്റ്റ് 6 സെന്റിമീറ്റർ എടുക്കണം. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5, 6. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ്. അപ്പൊ അത് നേരെ സ്കെയിൽ വെച്ച് താഴോട്ട് നേരെ ലൈൻ വരും. അപ്പൊ ഇത് എത്രയായി? 6 സെന്റിമീറ്റർ ആയി. ക്ലിയർ ആയോ? ആദ്യം ഒന്നുകൂടി പറയാം. 5 സെന്റിമീറ്റർ ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ വരച്ചു. ഈ ഡിസ്റ്റൻസ് ഇവിടെ കുത്തി ഒരു ആർക്ക് വരച്ചു. ഈ ഡിസ്റ്റൻസ് ഇവിടെ കുത്തി ഒരു ആർക്ക് വരച്ച് ഈ ലൈൻ വരച്ചു. എന്നിട്ട് ഈ വിഡ്ത്ത്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ കോഡാക്കി നമ്മൾ ഇവിടെ വരുന്ന എത്രയാണോ ഡിസ്റ്റൻസ് വരുന്നത് അത് ഇങ്ങോട്ടൊന്ന് നീട്ടി വരച്ചു. ഇനി നമുക്കറിയാം ഈ ഹൈറ്റ് ആണ്
വിഡ്ത്താണ് നമുക്ക് പുതിയ സ്ക്വയർ വരയ്ക്കേണ്ടത്. അപ്പം സെയിം ഏരിയയിൽ അപ്പം ഈ ലെന്ത് എത്രയാ 6 അല്ലേ. അപ്പം ഈ പോയിന്റ് നേരെ സ്കെയിലിങ് ഇത് ഇങ്ങനെ വെച്ച് എന്താണ് 6 സെന്റിമീറ്റർ നേരെ താഴേക്ക് വരച്ചു. കറക്റ്റായിട്ട് ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ 4 സെന്റിമീറ്ററിൽ നിന്ന് ഈ ലൈൻ തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം. യോജിപ്പിച്ച് ഒരു ട്രയാങ്കിള് ഈ 3 പോയിന്റിൽ കൂടെ കടന്നു പോണ സർക്കിൾ വരയ്ക്കണം നമുക്ക്. എന്നിട്ട് വേണം അതിൻ്റെ ലെന്ത് എടുത്തിട്ട് വേണം നമുക്ക് സ്ക്വയർ വരയ്ക്കാനായിട്ട്. അപ്പോൾ നേരെ എന്താന്ന് നോക്കി, നേരെ ട്രയാങ്കിൾ വരച്ചു. അതായത് നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ 3 പോയിന്റിൽ കൂടെ ഈ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന സർക്കിൾ വരച്ചിട്ട് വേണം ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത് നമുക്ക് എന്താണ് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം 3 പോയിന്റിൽ കൂടെ കടന്നു പോകണ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബി എന്ന് കൊടുക്കാം, ഈ പോയിന്റ് ഇതിന് എ എന്ന് കൊടുക്കാം. അപ്പം ഈ ഒരു പോയിന്റ് നമ്മൾ സി എന്ന് കൊടുത്തു. അപ്പം ഈ പോയിന്റ് ബി സി ജോയിൻ ചെയ്തു, എ സി നമ്മളൊന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതെന്താണ്, നമ്മൾ ഈ 2 സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പം നോക്കി, ഇവിടെ ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ എടുത്ത് ഒരു ആർക്ക് വരച്ചു. അതേ ആർക്ക് ഇവിടെ വരച്ചു. ഇനി അതേ ഇവിടെ വെച്ച് നമ്മൾ ഇവിടെയും ഒരാർക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പം ഈ ഒരു ബി സി എന്ന് പറയുന്ന സൈഡിലാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടി 2 ആർക്ക് വരച്ചെടുത്തത് കേട്ടോ, മറന്നു പോരുത്. ബി സി അതങ്ങ് ജോയിൻ ചെയ്തു. ഇതുപോലെ നമ്മൾ സെയിം ഏതാണ് ഈ എക്കും ഇവിടെ ഇല്ല, ഈ എയിൽ 3/4 ഭാഗത്തിലെടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതെ, അതുപോലെ ഇവിടെ ഒരു ആർക്ക് വരച്ചു. കറക്റ്റ് നമ്മൾ വരയ്ക്കണം. ഇനി അതുപോലെ അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുത്ത് ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക്. അപ്പോൾ ആർക്ക് ഇച്ചിരി കൂടെ അങ്ങ് നീട്ടി വരയ്ക്കും. ആർക്ക് വരച്ചു. അപ്പം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ എന്താണ് ഈ ലൈൻ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ്, ഏതെങ്കിലും 2 സൈഡ്, ഈ 2 സൈഡിലേക്ക് എടുത്ത് നമ്മൾ ലൈൻ വരച്ചു. അപ്പം ഈ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇതല്ലേ നോക്കിയേ, ഈ ഒരു പോയിന്റിലാണ് ഈ 2 പെർപെൻഡിക്കുലർ ജോയിൻ ചെയ്യുന്നത്. ആ 2 പെർപെൻഡിക്കുലറും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് കുത്തി നമ്മൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എടുക്കണം. ഈ ഒരു ഡിസ്റ്റൻസ് ഇതപ്പോൾ നമുക്ക് റേഡിയസ് ആയിട്ട് വരും. ഇനി ഇവിടെ കുത്തിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. കറക്റ്റ് മാറിപ്പോരുത്. കറക്റ്റ് നിങ്ങളിപ്പോൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഗ്ലാസ് ആയുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇച്ചിരി തെന്നിപ്പോവും. നേരെ സർക്കിൾ വരച്ചു. അപ്പം നമ്മൾ ആ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്ത് എവിടെ നോക്കി, റേഡിയസ് ആയിട്ട് എടുത്ത് ഇവിടെ കുത്തി, എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ കുത്തി നേരെ സർക്കിൾ വരയ്ക്കുക. നേരെ ഇവിടെ സർക്കിൾ വരച്ചു. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് ഈ റേഡിയസ് വരാൻ പാകത്തിനുള്ള റേഡിയസ് എടുത്ത് നമ്മൾ സർക്കിൾ വരച്ച് കഴിയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് ഇവിടെ കുത്തി, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ലെന്തായിട്ട് വരുന്നത്. കണ്ടോ, ഇവിടെ കുത്തി നോക്കിയേ, ഈ ഒരു പോയിന്റ് കുത്തി ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഇവിടെ എടുത്ത് നമ്മൾ ഇത് കണ്ടോ അവിടെ ഒരു ആർക്ക് വരച്ചു. ഇനി എന്താണ്, അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുത്ത് നമ്മൾ ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഒന്നുകൂടെ പറയാം, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ എടുത്ത ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ കുത്തി, ഈ ഡിസ്റ്റൻസ് എടുത്ത് അതേ ഇവിടെ ഉണ്ടോ ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ ഒരു ലൈൻ വരച്ചു, ആർക്ക് വരച്ചു. അതുപോലെ അതേ പോയിന്റ് ഇവിടെ കുത്തി ഈ 6 സെന്റിമീറ്റർ എടുത്ത് ഒരാർക്ക് വരച്ചു. ഇനി നമ്മൾ എന്താണ് ഈ ഡിസ്റ്റൻസ്, ഈ വിട്ട് എത്രയും നമുക്ക് പറഞ്ഞാണ് 6 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ കുത്തി ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ ഇവിടെ എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് കണ്ടോ ഇവിടെ കുത്തി നമ്മൾ 6 സെന്റിമീറ്റർ ആർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നേരെ ആർക്ക് വരച്ചു. എന്നിട്ട് നമ്മൾക്കൊന്ന് ഡിസ്റ്റൻസ് വേണമെങ്കിൽ അളന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇത് കറക്റ്റ് അല്ലേ നോക്കിയേ, ഇത് കറക്റ്റ് അല്ലേ നോക്കിയേ, ഇത് ഇവിടെ കറക്റ്റ്. പിന്നെ ഈ ഡിസ്റ്റൻസ് കറക്റ്റ് അല്ലേ നോക്കിയേ. ഈ കോമ്പസ് വെച്ച് തന്നെ നമ്മൾ ഡിസ്റ്റൻസ് ഒന്ന് അളക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്ക്വയർ കിട്ടി. ഇനി എന്താണ്, ഈ സ്ക്വയർ ഈ പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം. ഇത് ജോയിൻ ചെയ്തു, ഇവിടെ നമ്മൾ ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ എന്താണ് ഈ കറക്റ്റായിട്ട് വരുന്ന സ്ക്വയർ ഒന്ന് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇവിടെ ഈ ഒരു പോർഷനാണ് നമുക്കിതാണ് സ്ക്വയർ വന്നത്. ഇത് വേണമെങ്കിൽ മുകളിലോട്ട് നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ.
ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആൻസർ ആയി. ഡ്രോ എ റെക്ടാങ്കിൾ ആയി, വിഡ്ത്ത് 5 സെന്റിമീറ്റർ, ഹൈറ്റ് 4 സെന്റിമീറ്റർ ആയി. ദെൻ അതിനകത്ത് നമ്മൾ സെയിം ഏരിയയിൽ വരുന്ന റെക്ടാങ്കിൾ. ഇനി ഇതെന്താ ചെയ്തതെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യം 5 സെന്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ച് 4 സെന്റിമീറ്റർ മുകളിലോട്ട് വരച്ചു. എന്നിട്ട് എന്താണ്, ഇവിടെ കോമ്പസ് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ കോമ്പസിൽ ആർക്ക് വരച്ചു. ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ നമ്മൾ ഇതിനകത്ത് ആർക്ക് വരച്ചു. അപ്പൊ നമുക്ക് റെക്ടാങ്കിൾ ആയി. ഇനി ഈ റെക്ടാങ്കിളിന്റെ ഈ വിഡ്ത്ത് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സർക്കിളിന്റെ കോഡാക്കി എടുത്ത് നമ്മൾ നീട്ടി 4 സെന്റിമീറ്റർ ലൈൻ ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്, 4 സെന്റിമീറ്റർ നീട്ടി ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞിട്ട് ഈ താഴേക്കുള്ള ലെന്ത് എത്രയാണ്, വിഡ്ത്ത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് ഈ പടത്തിൽ കാണുന്ന പോലെ 6 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ നേരെ 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരച്ചു. എന്നിട്ട് ഈ പോയിന്റും കൂടി ഒരു ഡോട്ട് ലൈൻ ഇട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് ഈ ഒരു പോയിന്റ് കുത്തിക്കൊണ്ട് അതിന്റെ പെർപെൻഡിക്കുലർ അതേ ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ ഈ ലൈൻ്റെ ഈ BC എന്ന് പറയുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ വരച്ചു. ഇതുപോലെ AC മുക്കാൽ ഭാഗത്തെ കൂടുതൽ എടുത്ത് ACക്ക് പെർപെൻഡിക്കുലർ വരച്ചു. അതെല്ലാവർക്കും അറിയാലോ. ഈ A കുത്തി ഒരു ആർക്ക് വരച്ചു, അതേ ഇത് ആർക്ക് വരച്ച് നമ്മൾ ഇതിന്റെ പെർപെൻഡിക്കുലർ. എന്നിട്ട് ഈ 2 പെർപെൻഡിക്കുലറും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്, നമ്മൾ കോമ്പസിൽ റേഡിയസ് ആയിട്ട് എടുത്ത് നമ്മൾ എന്താ സർക്കിൾ വരച്ചു. അപ്പൊ നമ്മൾ ഈ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്ന ഇവിടെ ഈ ഒരു പോയിന്റ് അല്ലേ. അപ്പൊ ഈ ഒരു റേഡിയസ് എടുത്ത് നമ്മൾ എന്താണ്, ഇതൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു കഴിയുമ്പോൾ ഈ സർക്കിള് ഈ നമ്മൾ ഇവിടെ എടുത്തുണ്ട്, ഈ 5 എടുത്തില്ലേ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ 6 സെന്റിമീറ്റർ വിഡ്ത്തിനകത്ത് ഹൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലെന്ത് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ലെന്ത് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ ആർക്ക് ഇവിടെ കുത്തി ഒരു ആർക്ക് വരച്ചു. പിന്നെ നമ്മൾ ഇവിടുന്ന് കോമ്പസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. ഇത് കണ്ടോ, ഇതൊരു ആർക്ക് വരച്ചു, അതേ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു. അപ്പൊ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും നമ്മൾ കറക്റ്റ് മെഷർമെന്റിലുള്ള റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ റെക്ടാങ്കിൾ വിഡ്ത്ത് 5 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ ഹൈറ്റ്. ദെൻ ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. ഈ 5 സെന്റിമീറ്റർ ലെന്തും 4 സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന സെയിം ഏരിയയിൽ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ ആദ്യം ചെയ്തോടെ തന്നെ ഒരു മാറ്റവും ഇല്ല. ആദ്യം നമ്മൾ 5 സെന്റിമീറ്റർ ലെന്ത് എടുത്ത് ലൈൻ വരച്ചു. 5 സെന്റിമീറ്റർ ആയി. അപ്പൊ ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ ആയില്ലേ, 5 സെന്റിമീറ്റർ എടുത്തു. ഇനി നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എപ്പോഴും നമ്മൾ മുകളിലോട്ടുള്ള ഹൈറ്റ് വരയ്ക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കറക്റ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ കിട്ടാതെ വരും. അപ്പൊ ചെരിവ് വരും. അപ്പൊ നേരെ ഇവിടെ സെറ്റ് സ്ക്വയർ ഇവിടെ നേരെ വെക്കുക. എന്നിട്ട് ഇത് കണ്ടോ, നേരെ ഇവിടെ വെച്ച് നമ്മളൊരു ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. എന്നിട്ട് വേണം നമുക്ക് അതിനകത്ത് 4 സെന്റിമീറ്റർ ഒന്ന് അളന്നെടുക്കാനായിട്ട്. അപ്പൊ നേരെ വരച്ച് 4 സെന്റിമീറ്റർ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് അളന്നെടുക്കുക. 4 സെന്റിമീറ്റർ അളന്നെടുക്കുന്നത് ഇവിടെ നിന്ന് കറക്റ്റ് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ 4 സെന്റിമീറ്റർ വെച്ച് കറക്റ്റ് 4 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു. 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന ലൈൻ അങ്ങ് മാച്ച് കളഞ്ഞാലും മതി. അപ്പൊ ഇവിടെ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ അങ്ങ് മാച്ച് കളഞ്ഞ് കറക്റ്റ് അതിന്റെ ലെന്ത് 4 സെന്റിമീറ്റർ ആക്കി. ഇനി നമ്മൾ നേരെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ കുത്തിക്കൊണ്ട് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇവിടെ കുത്തിക്കൊണ്ട് ഈ ഡിസ്റ്റൻസ് ഇവിടെ വെച്ച് നമ്മളൊരു ആർക്ക് വരച്ചു. ഇനി ഈ ലെന്ത് ഇവിടെ എടുത്ത് നമ്മളിവിടെ എന്താ മക്കളെ ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുക, ഒരു സ്ക്വയർ വരച്ചു. ഇതേ റെക്ടാങ്കിൾ വരച്ചു. അതായത് 5 സെന്റിമീറ്റർ ലെന്തും 4 സെന്റിമീറ്റർ ഹൈറ്റും വെച്ച് നമ്മൾ ഇവിടെ നിന്ന് നേരെ റെക്ടാങ്കിൾ വരച്ചു. റെക്ടാങ്കിൾ ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്തു. എപ്പോഴും ആർക്ക് വരച്ച് ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടും മാറിയൊന്നും പോരില്ല. അപ്പൊ നമുക്ക് 5 സെന്റിമീറ്റർ ലെന്തും 4 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള റെക്ടാങ്കിൾ ആയി. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കണം, സെയിം ഏരിയ വരുന്ന ഈ 5 × 4 എന്താണ് 20 ഏരിയ വരാൻ പാകത്തിന് കറക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ വരയ്ക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നേരെ എന്താണ് ചെയ്യേണ്ടത്, നേരെ ഈ ലെന്ത് ഇങ്ങോട്ട് നീട്ടിയെടുക്കണം. കുറച്ച് നീട്ടി ഈ ലൈൻ നേരെ നീട്ടി എന്ന് വരയ്ക്കാം. എന്നിട്ട് അതിനകത്ത് നമ്മൾ 4 സെന്റിമീറ്റർ, അതായത് ഈ ഹൈറ്റ് നമ്മൾ കോഡിന്റെ ലെന്ത് ആയിട്ട് വരാൻ പാകത്തിന് 4 സെന്റിമീറ്റർ നേരെ നീട്ടി വരയ്ക്കുക. നേരെ അത് 1 വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ സ്കെയിലൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ 1 വെച്ചാൽ മതി. അപ്പൊ 5 എടുക്കണം എന്നുള്ളൂ. അപ്പൊ എത്രയായി നോക്കിയേ, 1 2 3 4. അപ്പൊ ഇത് ഇവിടെ വരും 1 2 3 4 ഈ ഡിസ്റ്റൻസ് വരും. ഇപ്പൊ 4 സെന്റിമീറ്റർ ആയി. ഇവിടെ 4 സെന്റിമീറ്റർ വരും. അപ്പൊ നമ്മൾ ഇവിടെ 5 ആ കോഡ് നീട്ടിയെടുത്ത് സർക്കിളിന്റെ ഡയമീറ്റർ ആക്കി എടുത്ത് ഇത് 4 സെന്റിമീറ്റർ ആയി. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നമുക്ക് കിട്ടിയേക്കണത് ഇപ്പൊ 5 4 9 സെന്റിമീറ്റർ അല്ലേ കിട്ടിയേക്കണേ. ഈ 9 സെന്റിമീറ്ററിന് നേരെ മിഡിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അതിനകത്ത് കൂടെ നമുക്ക് സർക്കിൾ വരയ്ക്കാനായിട്ട്. ഈ പോയിന്റിൽ കൂടെ കടന്നു പോകണ സർക്കിൾ വരയ്ക്കാനായിട്ട് 9 സെന്റിമീറ്റർ എടുത്ത് അതിന്റെ നേരെ ഹാഫ് എടുക്കാം. അതായത് ഒരു 4.5 അതിന്റെ മിഡിൽ വന്നെ അല്ലേ.
9ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 4.5 അല്ലേ? അപ്പൊ ഈ 4.5 ഡിസ്റ്റൻസ് എടുക്കാം. അപ്പൊ ആദ്യം എന്താ ചെയ്തത് ഒന്നുകൂടി പറയാം. 5 സെന്റിമീറ്റർ നീളത്തിൽ ലെന്ത് വരയ്ക്കാം. ഇങ്ങോട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ വരയ്ക്കാം. ഈ ഡിസ്റ്റൻസ് ഇവിടെ കുത്തി ആർക്ക് വരയ്ക്കാം. ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുത്ത് ഈ ആർക്ക് വരയ്ക്കുക. അതൊരു സ്ക്വയർ ഫോം ചെയ്യുക. എന്നിട്ട് ഈ 4 സെന്റിമീറ്റർ കോഡായിട്ട് വരാൻ പാകത്തിന് ഇവിടെ നിന്ന് നീട്ടി ഒരു 4 സെന്റിമീറ്റർ കൂടെ കൂട്ടുമ്പോൾ 5 4 9 സെന്റിമീറ്റർ. അത് ഓൾറെഡി നമ്മൾ സ്കെയിലിൽ 9 സെന്റിമീറ്റർ അങ്ങ് വരച്ചാൽ മതി. ഈ 9 സെന്റിമീറ്റർ കണ്ടോ, ഇവിടെ എടുത്തിട്ട് നമ്മൾ 9 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് ഇവിടെ ഒറ്റയടിക്കങ്ങ് വരച്ചാൽ മതി. നീട്ടി അങ്ങ് വരച്ചോ. അപ്പൊ ചെരിഞ്ഞൊന്നും പോകില്ല. കറക്റ്റ് 9 സെന്റിമീറ്റർ കിട്ടി. ഇനി എന്താണ് ഈ 9 സെന്റിമീറ്ററിന്റെ പകുതി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വരും 4.5 വരും. ഈ 4.5 കുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് സെമി സർക്കിൾ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് സെമി സർക്കിളോ കംപ്ലീറ്റ് ആക്കി വരയ്ക്കാം കേട്ടോ. സെമി സർക്കിൾ വരച്ചു. അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് 9 സെന്റിമീറ്റർ വരച്ച് കഴിയുമ്പോൾ നേരെ 9 സെന്റിമീറ്റർ എടുത്ത് സെന്ററിൽ കുത്തി സെമി സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണേ? ഈ ലെന്ത് നേരെ ഇങ്ങോട്ട് താഴേക്ക് നീട്ടി വരയ്ക്കുക. അവിടെ വെച്ച് നമ്മൾ ഈ ലെന്ത് അളന്നെടുക്കുക കറക്റ്റായിട്ട്. ഇതായിരിക്കും നമ്മൾ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ്. നീട്ടി നേരെ താഴേക്ക് വരയ്ക്കാം. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് നമ്മൾ അളന്നെടുക്കുക. ഇവിടെ തൊട്ട് ഈ ഡിസ്റ്റൻസ് അളന്ന് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. നേരെ അതേപോലെ ഈ ഡിസ്റ്റൻസ് അളന്ന് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതായത് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും സ്ക്വയറിന്റെ സൈഡ് ലെന്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തി അതേ ഡിസ്റ്റൻസിൽ ഇവിടെ ആർക്ക് വരച്ചു, അതേ ഡിസ്റ്റൻസിൽ ഇവിടെ ആർക്ക് വരച്ചു. ഇനി ഇവിടെ കുത്തിക്കൊണ്ട് നമ്മൾ ഇതേ ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് എന്താണ് ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? നമ്മൾ സെയിം ഏരിയ വരുന്ന സ്ക്വയർ. ഇതുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ. അപ്പൊ നമ്മൾ ഇതായിരിക്കും. അപ്പൊ നമ്മൾ ആ സ്ക്വയറിന് വേണമെങ്കിൽ നമുക്കൊന്ന് പേര് കൊടുക്കാം. അപ്പൊ ഈ ഒരു പോർഷൻ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നേരെ വേണമെങ്കിൽ മുകളിലോട്ട് വരയ്ക്കാം കേട്ടോ. സർക്കിൾ നേരെ മുകളിലോട്ട് വരച്ചിട്ട് നമുക്ക് അങ്ങനെ വരയ്ക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മുടെ സെയിം സ്ക്വയർ എന്ന് പറയുന്നത്. സെയിം ഏരിയയിൽ വരുന്ന സ്ക്വയർ ഒന്നങ്ങ് ഷെയ്ഡ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് ഒന്നുകൂടി പറയാം. വേണമെങ്കിൽ നമുക്കതിന് പേര് കൊടുക്കാം. ഇത് എ കൊടുത്തു, ഇത് ബി കൊടുത്തു, ചുമ്മാ നമ്മൾ കൊടുത്ത് പേര് കൊടുക്കാം. സി ഡി ഇ എന്ത് വേണമെങ്കിലും അതിനൊരു പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യം എന്താ നമ്മൾ ചെയ്തതെന്ന് ഒന്നുകൂടി പറഞ്ഞേ. 5 സെന്റിമീറ്റർ ലെന്ത് എടുത്ത് ആദ്യം ഒരു ലൈൻ വരച്ചു. എന്നിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇതേ ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇതേ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു. അപ്പൊ നമുക്ക് 5 സെന്റിമീറ്റർ ലെന്തും 4 സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന ഒരു റെക്ടാങ്കിൾ ആയി. ഇനി എന്താ നമ്മൾ ചെയ്തത്? ഈ 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നേരെ കോഡിന്റെ ലെന്ത് ആയിട്ട് നീട്ടി വരയ്ക്കുക. ഇവിടുന്ന് മൊത്തം അപ്പൊ ഇത് 5ഉം ഇത് 4ഉം കൂടെ വരുമ്പോ 5 4 9 നീട്ടി ഇങ്ങോട്ട് വരയ്ക്കാം. എന്നിട്ട് 9ന്റെ പകുതി എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 4.5 വരും. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 4.5 വരും. ഈ 4.5നകത്ത് ഈ ഒരു ഡിസ്റ്റൻസ് 4.5 റേഡിയസ് ആയിട്ട് എടുത്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കും. സർക്കിൾ വേണമെങ്കിൽ വരയ്ക്കാം, സെമി സർക്കിൾ വരയ്ക്കാട്ടെ, എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഒരു സെമി സർക്കിൾ നമ്മൾ വരച്ചെടുത്തു. എന്നിട്ട് ഈ ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നേരെ ലൈൻ വരച്ച് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്ക്വയറിന്റെ ലെന്ത് വരുന്നത്. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ നിന്ന് ഇവിടെ കുത്തി കോമ്പസിൽ ആർക്ക് വരയ്ക്കാം. അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുത്ത് ആർക്ക് വരയ്ക്കാം. ഇവിടെ കുത്തി ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം. ഈ പോയിന്റ്സ് എല്ലാം കൂടെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും 5 സെന്റിമീറ്റർ ലെന്തും 4 സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന സെയിം ഏരിയയിൽ വരുന്ന സ്ക്വയർ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടുന്നതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ക്ലാസ് ഓർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്.